ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരമാണ് ഇപ്പോഴും വാർത്തകളിൽ നിറയുന്നത്. ഭീഷണിക്ക് വഴങ്ങി 100-ലേറെ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയുടെ വിവിധ ഭാഗങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതോടെയാണ് ധർമ്മസ്ഥല വാർത്തകളിൽ ഇടം പിടിച്ചത്. ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് 13 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ കേസ്, ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ, മഞ്ജുനാഥ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണോ ഇപ്പോൾ നടക്കുന്നത്? അനന്യ ഭട്ടിന്റെ മാതാവിന് നീതി കിട്ടുമോ? കൂട്ടക്കൊല മറച്ചുവെച്ചതിന് പിന്നിൽ ആര്? ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ധർമ്മസ്ഥലയെ പിടിച്ചുലച്ച ഒരു ബലാത്സംഗ കൊലയുണ്ടായിരുന്നു. 13 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട സൗജന്യ കൊലക്കേസ്. ധർമ്മസ്ഥലയിൽ നടന്ന ഭീകരതകൾ ദേശീയ ശ്രദ്ധയിലെത്തുന്നതിന് കാരണം സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിൽ +2 വിദ്യാർത്ഥിയായ 17-കാരി സൗജന്യ 2012-ലാണ് കൊല്ലപ്പെടുന്നത്. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലെ അംഗമായ സൗജന്യയുടെ അമ്മ അധ്യാപികയും പിതാവ് PWD കോൺട്രാക്ടറുമായിരുന്നു. 2012 ഒക്ടോബർ 9-ന് എന്നത്തെയും പോലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയ സൗജന്യ വൈകിട്ട് 7 മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നായിരുന്നു കുടുംബാംഗങ്ങൾ അയൽക്കാരുമായി ചേർന്ന് അന്വേഷിച്ചിറങ്ങിയത്. 4 മണിക്ക് നേത്രാവതി നദിക്ക് സമീപം സർക്കാർ ബസ്സിൽ നിന്ന് സൗജന്യ ഇറങ്ങുന്നത് കണ്ടുവെന്ന് അവളുടെ മാതൃ സഹോദരൻ വിത്തൽ ഗൌഡയും നാട്ടുകാരും പറഞ്ഞു. പല സ്ഥലങ്ങളിലും ഏറെ നേരം അന്വേഷിച്ചുവെങ്കിലും മകളെ കാണാത്തതിനാൽ രാത്രി വൈകി പിതാവ് ധർമ്മസ്ഥലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രാത്രിയോടെ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര യോഗ ആൻഡ് നാച്ചുറൽ ആശുപത്രിക്ക് മുൻപിലെ കാട്ടിൽ നിന്നും സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി. സൗജന്യയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ഇവർ ബലാത്സംഗത്തിനിരയായി എന്ന് കണ്ടെത്തി. ഇത് വലിയ ജനരോഷത്തിന് കാരണമായി. സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി 4 ദിവസത്തിനകം തന്നെ മഞ്ചേശ്വരനാഥ് ക്ഷേത്രത്തിലെ ജീവനക്കാർ സൗജന്യ കൊല്ലപ്പെടുന്ന ദിവസം പ്രദേശത്ത് കണ്ടുവെന്ന് ആരോപിക്കുന്ന സന്തോഷ് റാവു എന്നയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. മറ്റു 4 പേരെ കൂടി സംശയമുണ്ട് എന്ന് കുടുംബം പറഞ്ഞുവെങ്കിലും പോലീസ് മുഖവിലക്കെടുത്തില്ല. പ്രതിഷേധം ശക്തമായതോടെ പിന്നീട് അന്നത്തെ ആഭ്യന്തരമന്ത്രി R. അശോകിന്റെ നിർദ്ദേശപ്രകാരം 1 മാസത്തിനുള്ളിൽ കേസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ CIDക്ക് കൈമാറി. CID സമർപ്പിച്ച 15 പേജുള്ള റിപ്പോർട്ടിൽ സന്തോഷ് റാവുവിനെ പ്രധാന പ്രതിയായി പേര് ചേർക്കുകയും സൗജന്യയുടെ കുടുംബം ആരോപണമുന്നയിച്ച മറ്റ് 4 പേർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. ഇത് ദക്ഷിണ കന്നഡ ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. പൊതുജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് 2013-ൽ അന്നത്തെ സിദ്ധാരാമയ്യ സർക്കാർ ഈ കേസ് CBIക്ക് കൈമാറി. 2014 മാർച്ചിൽ CBI ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചു. സന്തോഷിനല്ലാതെ കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ല എന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. എന്നാൽ വിചാരണക്കൊടുവിൽ കേസിലെ ഏക പ്രതിയെ CBI കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. ആദ്യഘട്ടത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. CBI കോടതിയുടെ വിധിയെ തുടർന്ന് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും സൗജന്യയ്ക്ക് നീതി എന്ന പേരിൽ ആക്ടിവിസ്റ്റുകൾ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് ആക്ടിവിസ്റ്റുകളും ഇരയുടെ കുടുംബവും ആവശ്യപ്പെട്ടു. എന്നാൽ 2024-ൽ കർണാടക ഹൈക്കോടതി പുതിയ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും സന്തോഷ് റാവു അല്ലെങ്കിൽ മറ്റ് 4 പ്രതികൾ അല്ലെങ്കിൽ ആരാണ് സൗജന്യയെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് എന്ന വലിയ ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുകയാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ ഇനി നടക്കുന്ന അന്വേഷണത്തിൽ സൗജന്യയുടെ കൊലയാളിയെയും കണ്ടുപിടിക്കും എന്നാണ് നാട്ടുകാർ കരുതുന്നത്. ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് വഴിവെച്ച ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി. പല കൊലപാതകങ്ങളും നേരിട്ട് കണ്ടുവെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാളുടെ മൊഴിയിൽ പറയുന്നുണ്ട്. 1995 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചിലത് കത്തിച്ചു കളയുകയായിരുന്നു.
കൊലപാതകങ്ങൾ നേരിൽ കണ്ടതായും മൃതദേഹങ്ങൾ അടക്കം ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നുവെന്നുമാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. ചില മൃതദേഹങ്ങളിൽ ആസിഡ് മൂലം പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. 2010 സൂപ്പർവൈസർമാർ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഏകദേശം 500 മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ അയച്ചു. അവിടെ 12നും 15നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരിയുടെ മൃതദേഹം കണ്ടെത്തി. അവൾ സ്കൂൾ യൂണിഫോമിലായിരുന്നു. അവളുടെ വസ്ത്രവും അവളുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ അടക്കം തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു. അവളുടെ കഴുത്തിൽ പാടുമുണ്ടായിരുന്നു. ഒരു കുഴി കുഴിച്ചാണ് താൻ ഇത് ചെയ്തത് എന്നും അയാൾ നൽകിയ മൊഴിയിൽ പറയുന്നു. മാത്രവുമല്ല, 20 വയസ്സുള്ള മറ്റൊരു യുവതിയുടെ മൃതദേഹം ആസിഡ് ഒഴിച്ച് കത്തിച്ചു. മൃതദേഹം ഒരു പത്രം കൊണ്ട് മൂടിയിരുന്നു. അവളുടെ മൃതദേഹം കുഴിച്ചിടുന്നതിന് പകരം സൂപ്പർവൈസർമാർ അവളുടെ ഷൂവും മറ്റും വസ്ത്രങ്ങളും ശേഖരിച്ച് കത്തിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു. ധർമ്മസ്ഥല പ്രദേശത്തെ യാചകരായ പുരുഷന്മാരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾക്കും താൻ സാക്ഷിയായിട്ടുണ്ട് എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ മൊഴിയിലുള്ളത്. ഇത്രയും കാലം ചുവന്ന ഓർമ്മകളുടെയും വേദനയുടെയും ഭാരം തനിക്കിനി താങ്ങാനാകില്ലെന്നും ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിലുണ്ട്. കൊല്ലപ്പെട്ട പുരുഷന്മാരുടെയും ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 11 വർഷമായി ജീവഭയം കാരണം ഭാര്യയും മക്കളുമായി അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുകയാണ് ഇയാൾ. ധർമ്മസ്ഥലയിൽ നിന്ന് ഏറെ ദൂരെയാണെങ്കിലും താനും തൻ്റെ കുടുംബവും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നും ഇയാളുടെ മൊഴിയിലുണ്ട്. അതേസമയം ധർമ്മസ്ഥലയിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢനീക്കങ്ങൾ സംശയിക്കുന്നവരുമുണ്ട്. ജന്മഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ദക്ഷിണ കന്നഡയിൽ ഇസ്ലാമിക മതമൗലികവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ യുവമോർച്ച പ്രവർത്തകരെ പലരെയും ക്രൂരമായി കൊല ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടത്തെ കോളേജുകളിൽ ബുർഖ ധരിച്ചു വരാൻ മുസ്ലിം പെൺകുട്ടികളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചില സമരങ്ങൾ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ടതും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമായി ആരോപിക്കപ്പെട്ടിരുന്നു. മഞ്ജുനാഥ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഭീതി പ്രചരിപ്പിക്കുന്ന വസ്തുതകൾ പെരുപ്പിച്ചു കാട്ടിയുള്ള യൂട്യൂബ് വാർത്തകൾ എന്ന് സംശയിക്കപ്പെടുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട യൂട്യൂബർമാരുടെ നീക്കങ്ങളും സംശയം ഉളവാക്കുന്നു. അതുപോലെ ചില മതപരിവർത്തന ലോബികളും ഇവിടെ ശക്തമായി പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. അതിൽപ്പെട്ട ചിന്നപ്പ ഉത്തങ്കി എന്ന ബേസൽ മിഷൻ ഇവാഞ്ചലിസ്റ്റും ഇതിന് പിന്നിലുണ്ട് എന്ന ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചിന്നപ്പ ഉത്തങ്കി എന്ന ബേസൽ മിഷൻ ഇവാഞ്ചലിസ്റ്റും ക്ഷേത്ര ട്രസ്റ്റുമായി നേരത്തെ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കോയമ്പത്തൂരിൽ ജഗ്ഗി വാസുദേവിനെതിരെ ഒട്ടേറെ അപകീർത്തികരമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിൽ അവിടുത്തെ ഒരു ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ് എന്നും ആരോപിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ DMK സർക്കാരിനെ പോലും ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ജഗ്ഗി വാസുദേവിനെതിരെ സ്വാധീനിക്കുന്നതായും ആരോപണമുണ്ട്. തമിഴ്നാട്ടിലെ DMK സർക്കാരിനെ പോലും ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ജഗ്ഗി വാസുദേവിനെതിരെ സ്വാധീനിക്കുന്നതായും ആരോപണമുണ്ട്. ഇതിന് സമാനമാണോ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരായ ആരോപണമെന്നും സംശയം ചിലർ ഉയർത്തുന്നുവെന്നാണ് ജന്മഭൂമി പറഞ്ഞു വയ്ക്കുന്നത്. ഇതോടൊപ്പം തന്നെ മണിപ്പാൽ മെഡിക്കൽ കോളേജ് MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ മാതാവ് സുജാത ഭട്ടും നീതി തേടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 20 വയസ്സായിരുന്ന അനന്യ ഭട്ടിനെ 2003 2 സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് കാണാതായത് എന്ന് സുജാതയുടെ പരാതിയിൽ പറയുന്നു. താൻ കൊൽക്കത്തയിൽ ജോലി ചെയ്യുകയായിരുന്ന ആ കാലം മകളെ കാണാതായത് സംബന്ധിച്ച് പരാതിപ്പെടാൻ ചെന്നപ്പോഴത്തെ അനുഭവം ഉണർത്തുന്ന ഭീതി കാരണം കൃത്യമായ വിലാസം വെളിപ്പെടുത്താൻ പോലും മടിയാണിപ്പോൾ. 22 വർഷമായി മകൾ എവിടെ, എന്ത് സംഭവിച്ചു എന്ന് കുടുംബത്തിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല താൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ മകളുടെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ ശരിയായ DNA പരിശോധനയ്ക്ക് ശേഷം തനിക്ക് കൈമാറണം. ഹിന്ദു ആചാരങ്ങൾക്കനുസൃതമായി മാന്യമായ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മറ്റൊന്നും വേണ്ട. സുജാത ഭട്ട് മംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇതൊക്കെ. ഇവരുടെ പരാതി രജിസ്റ്റർ ചെയ്തതായും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാലം അത്രയും കർണാടകയിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി ആളുകൾ കണ്ടിരുന്ന ഒരു നാടാണ് ധർമ്മസ്ഥല. മഞ്ജുനാഥ ക്ഷേത്രത്തിനും ജൈന ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട പൈതൃകത്താൽ വിലമതിക്കാനാവാത്ത ഭൂമി. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം ഏറെ പ്രശസ്തവുമാണ്. ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമേറിയ ഒരു ക്ഷേത്രമാണ് ഇത്. ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധ്വ ബ്രാഹ്മണരാണ് എന്നതും ക്ഷേത്ര നടത്തിപ്പ് ജൈന മതസ്ഥരാണ് എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്.
വർഷം തോറും നൂറുകണക്കിന് ആളുകൾ ധർമ്മസ്ഥല സന്ദർശിക്കാനും ഇവിടുത്തെ ക്ഷേത്രങ്ങളും തീർത്ഥാടന പ്രദേശങ്ങളും സന്ദർശിക്കാനും വരുന്നത് പതിവായിരുന്നു. എന്നാൽ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും രാജ്യമെമ്പാടും പേരുകേട്ട കുപ്രസിദ്ധമായ ഒരു ഭൂമിയായി മാറിയിരിക്കുകയാണ് ധർമ്മസ്ഥല.